ഭൗമാന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് PSCക്ക് ചോദിക്കാവുന്നതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ചില ഭാഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഭൂമിയെ ആവരണം ചെയ്യുന്ന വായുമണ്ഡലമാണ് അന്തരീക്ഷം. അന്തരീക്ഷവായുവിനെ ഭൂമിക്ക് ചുറ്റും പിടിച്ചു നിർത്തിയിരിക്കുന്ന ആ ബലമാണ് ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചത് സർ ഐസക് ന്യൂട്ടൺ. വ്യക്തമായ അന്തരീക്ഷമുള്ള സൗരയൂഥത്തിലെ ഏക ഗ്രഹമാണ് ഭൂമി. ഭൂമിയുടെ അന്തരീക്ഷവായുവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് നൈട്രജൻ. 78.08% നൈട്രജനാണുള്ളത്. രണ്ടാം സ്ഥാനം ഓക്സിജനാണ്. ഓക്സിജൻ 20.95%. 3 ആർഗൺ അന്തരീക്ഷവായുവിൽ 0.93% ആർഗൺ ഉള്ളത്. നാലാം സ്ഥാനം കാർബൺ ഡൈ ഓക്സൈഡ് 0.038 കാർബൺ ഡൈ ഓക്സൈഡ്. ഈ കാർബൺ ഡൈ ഓക്സൈഡാണ് ഭൂമിയിലെ താപനിലയെ താഴാതെ പിടിച്ചു നിർത്തുന്ന പ്രധാന ഹരിതഗ്രഹ വാതകം. ഇനി അന്തരീക്ഷമർദ്ദം അളക്കാനുള്ള യൂണിറ്റാണ് മില്ലിബാർ എന്ന് പറയുന്നത്. മില്ലിബാർ അന്തരീക്ഷമർദ്ദം അളക്കാനുള്ള യൂണിറ്റാണ്. ഏറ്റവും പ്രക്ഷുബ്ധമായ അന്തരീക്ഷ പ്രതിഭാസമാണ് ടൊർണാഡോ. ഏറ്റവും പ്രക്ഷുബ്ധമായ അന്തരീക്ഷമർദ്ദമാണ് ടൊർണാഡോ. ഭൂമിയുടെ അന്തരീക്ഷത്തെ പ്രധാനമായിട്ടും 5 പാളികളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. 1 ട്രോപ്പോസ്ഫിയർ, 2 സ്ട്രാറ്റോസ്ഫിയർ, 3 മീസോസ്ഫിയർ, 4 തെർമോസ്ഫിയർ, 5 എക്സോസ്ഫിയർ. ഒന്നുകൂടിയും പറയാം: ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. ഭൗമോപരിതലമായി ചേർന്ന് നിൽക്കുന്ന അന്തരീക്ഷത്തെ പാളിയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഇവിടെയാണ് കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ സംഭവിക്കുന്നത്. ട്രോപ്പോസ്ഫിയറിലാണ് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത്. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില കുറയുന്നു. 2 സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിലാണ് ജെറ്റ് വിമാനങ്ങൾ പറത്തുന്നത്. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിലൂടെയാണ്. അവിടെ കാലാവസ്ഥ പ്രശ്നങ്ങളില്ലാത്തതിനാലാണ് വിമാനങ്ങളൊക്കെ പറത്തുന്നത് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിലൂടെ. സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനിലയും കൂടുന്നുണ്ട്. സ്ട്രാറ്റോസ്ഫിയറിൽ കാലാവസ്ഥ പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞാൽ അവിടെ വായു വരേണ്ടതാണ്, കട്ടി കുറഞ്ഞതും ആണ്. സ്ട്രാറ്റോസ്ഫിയറിൽ വായു വരേണ്ടതും കട്ടി കുറഞ്ഞതും ആണ്. 3 മീസോസ്ഫിയർ. മീസോസ്ഫിയർ ഉൽക്കകൾ നിർവീര്യമാക്കുന്നത് മീസോസ്ഫിയറിലാണ്. അന്തരീക്ഷം ഏറ്റവും തണുത്ത ഭാഗമാണ് ഈ മീസോസ്ഫിയർ. 4 ഭാഗം തെർമോസ്ഫിയർ. വളരെ ചൂട് കൂടുതലുള്ള അന്തരീക്ഷത്തിലെ പാളിയാണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. അവിടെയാണ് വായുവിന് സാന്ദ്രത കുറവുമാണ്. ഉത്തര ധ്രുവ ദീപ്തിയും ദക്ഷിണ ധ്രുവ ദീപ്തിയും കാണപ്പെടുന്നത് ഈ തെർമോസ്ഫിയറിലാണ്. ബഹിരാകാശത്ത് നിന്നുള്ള ചാർജ്ഡ് കണങ്ങൾ അന്തരീക്ഷത്തിലെ കണങ്ങളുമായി കൂട്ടിമുട്ടുന്നതാണ് ഇങ്ങനെ ഉത്തര ധ്രുവ ദീപ്തിയും ദക്ഷിണ ധ്രുവ ദീപ്തിയും കാണപ്പെടാൻ കാരണം. ഏറ്റവും അവസാനത്താണ് എക്സോസ്ഫിയർ. അന്തരീക്ഷം ശൂന്യാകാശവുമായി ചേരുന്ന പാളിയാണ് എക്സോസ്ഫിയർ. അന്തരീക്ഷം ശൂന്യാകാശവുമായി ചേരുന്ന പാളിയാണ് എക്സോസ്ഫിയർ. ഇനി പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയണോസ്ഫിയർ എന്നും ഓസോണോസ്ഫിയർ എന്നിങ്ങനെ 2 തരംതിരിച്ചിട്ടുണ്ട്. ഓസോണോസ്ഫിയർ ലെയർ എന്ത് ചെയ്യുന്നു? ഓസോണോ ലെയർ അൾട്രാവയലറ്റ് രശ്മികളെ തടയുന്നതാണ് ഓസോണോ ലെയർ. ഓസോണോ ലെയർ കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഉപരിഭാഗത്ത് കാണപ്പെടുന്നതാണ് ഓസോണോ ലെയർ. അയണോസ്ഫിയർ മീസോസ്ഫിയറിൻ്റെ ഉപരിഭാഗത്തു നിന്നും തെർമോസ്ഫിയറിലേക്ക് വ്യാപിച്ചു കിടക്കുന്നതാണ്. മീസോസ്ഫിയറിൻ്റെ ഉപരിഭാഗത്തു നിന്നും തെർമോസ്ഫിയറിലേക്ക് വ്യാപിച്ചു കിടക്കുന്നതാണ് അയണോസ്ഫിയർ. ഓസോൺ ലെയർ അൾട്രാവയലറ്റ് രശ്മികളെ തടയാൻ നിൽക്കുന്നതാണ് ഓസോൺ ലെയർ. ഓസോൺ ലെയർ O3 അല്ലെ, 3 ഓക്സിജൻ കണികൾ ചേർന്നിട്ടുള്ളതാണ് ഓസോൺ ലെയർ എന്ന് പറയുന്നത്. ഓസോൺ ദിനമാണ് സെപ്റ്റംബർ 16. ഓസോൺ ദിനം സെപ്റ്റംബർ 16. ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാണ് CFC. ക്ലോറോ ഫ്ലൂറോ കാർബണുകളാണ് ഓസോൺ പാളിയുടെ നാശത്തിന് പ്രധാനമായിട്ടുള്ള കാരണം. ഞാൻ മണക്കുന്നു എന്നാണ് ഓസോൺ എന്ന വാക്കിൻ്റെ അർത്ഥം. ഞാൻ മണക്കുന്നു എന്നാണ് ഓസോൺ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി 2 ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജൻ പറഞ്ഞു. നൈട്രജൻ്റെ ആറ്റം നമ്പർ 7 ആണെന്ന് പറഞ്ഞു. നൈട്രജൻ കണ്ടുപിടിച്ചത് ഡാനിയൽ റൂദർഫോർഡ് ആണ്. വിമാനത്തിൻ്റെ ടയറുകളിൽ നിറക്കുന്ന വാതകമാണ് നൈട്രജൻ. വിമാനത്തിൻ്റെ ടയറുകളിൽ നിറക്കുന്ന വാതകമാണ് നൈട്രജൻ. അന്തരീക്ഷ വായുവിൽ കൂടുതലായിട്ട് 2ാമത്തെ വാതകമാണ് ഓക്സിജൻ.
ഓക്സിജൻ 20.95% അന്തരീക്ഷ വായുവിലുണ്ട്. ഓക്സിജൻ ആ പേര് നൽകിയത് ലവോസിയർ ആണ് ഓക്സിജൻ ആ പേര് നൽകിയിട്ടുള്ളത്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മൂലകമാണ് ഓക്സിജൻ. ഭൗമാന്തരീക്ഷം ഏറ്റവും കൂടുതൽ കാണുന്ന മൂന്നാമത്തെ വാതകമാണ് ആർഗൺ. ആർഗൺ എന്നത് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസാവാതകവും കൂടിയാണ്. അലസാവാതകങ്ങൾ പെട്ടെന്ന് പറഞ്ഞാൽ 18ാം ഗ്രൂപ്പിലുള്ള മൂലകങ്ങളാണ് അലസാവാതകങ്ങൾ എന്ന് പറയുന്നത്. അവ എന്തുകൊണ്ടാണ് അവയെ അലസാവാതകങ്ങൾ എന്ന് വിളിക്കാൻ കാരണം അവയ്ക്ക് രാസപ്രവർത്തന ശേഷി വളരെ കുറവായിരിക്കും. ഇങ്ങനെയുള്ളതിന് നോബൽ ഗ്യാസസ് അല്ലെങ്കിൽ കുലീനവാതകങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. അതിലുള്ളതാണ് ആവർത്തന പട്ടിക 18ാം ഗ്രൂപ്പിലുള്ള മൂലകങ്ങളാണ് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ. റെഡോൺ ഒഴികെയുള്ള എല്ലാ വാതകങ്ങളും അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നതാണ്. എന്നാൽ റെഡോൺ അന്തരീക്ഷത്തിലില്ലാത്ത ഒരു വാതകമാണ്. റേഡിയത്തിന്റെ ശോഷണം വഴിയാണ് ഈ റെഡോൺ രൂപം കൊള്ളുന്നത്. അലസാവാതകങ്ങളിൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മൂലകം കൂടിയാണ് റെഡോൺ. ഒരു ദിവസത്തെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തുന്ന സമയമാണ് ഉച്ചകഴിഞ്ഞ് 3:30. എന്നാൽ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തുന്നത് സൂര്യോദയത്തിന് തൊട്ടു മുമ്പുള്ള സമയമാണ് ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തുന്നത്. താജ്മഹലിന് ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്ന ഒരു വാതകമാണ് സൾഫർ ഡൈ ഓക്സൈഡ്. ശുക്രന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ശുക്രന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡാണ് ഭൂമിയിലെ താപനിലയെ താഴാതെ പിടിച്ചു നിർത്തുന്ന പ്രധാന ഹരിതഗൃഹ വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ 0.038% ഉള്ളത്. ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണമായ വാതകങ്ങളാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡും മീഥേനും. ആഗോള താപനത്തിന് കാരണമായ വാതകവും ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഭൗമാന്തരീക്ഷത്തിന്റെ ശരാശരി താപനില ഉയർത്തുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന വാതകങ്ങളാണ് ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡും രണ്ടാമത്തെ ക്ലോറിൻ. അന്തരീക്ഷമർദ്ദം അളക്കാനുള്ള ഉപകരണമാണ് ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കാനുള്ള യൂണിറ്റാണ് മില്ലിബാർ. ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലി എന്ന ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനാണ് ബാരോമീറ്റർ കണ്ടുപിടിച്ചത്. ബാരോമീറ്ററിന്റെ നിരപ്പ് ഉയരുന്നത് അതിന്റെ പ്രസന്നമായ കാലാവസ്ഥയെ സൂചിപ്പിക്കുന്നു. നിരപ്പ് പെട്ടെന്ന് താഴ്ന്നത് ആസന്നമായ കൊടുങ്കാറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. Thank you for watching.